BC 4-ാം നൂറ്റാണ്ടിൽ റോമുലസ് റെമസ് എന്ന ഇരട്ട സഹോദരന്മാരാണ് റോം നഗരം സ്ഥാപിച്ചതെന്നാണ് ഐതിഹ്യം. ഒരു വഴക്കിന് ശേഷം റോമുലസ് റെമസിനെ കൊന്നു. റോമുലസ് പിന്നീട് 40 വർഷത്തോളം റോം ഭരിച്ചു. തുടർന്ന് ഒരു ദൈവമായി ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം റോമിന് ഈ പേര് നൽകിയതായി പറയപ്പെടുന്നു. ഐതിഹ്യമനുസരിച്ച് റോമുലസും റെമസും യുദ്ധദേവനായ മാഴ്സിൻ്റെ മക്കളായിരുന്നു. ഒരു രാജാവിൻ്റെ മകളായ റിയ സിൽവിയ ആയിരുന്നു അവരുടെ അമ്മ. അവളുടെ അമ്മാവനായ അമൂല്യസ് അവളുടെ പിതാവിനെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ തനിക്ക് കുട്ടികളുണ്ടാകില്ലെന്ന് സത്യം ചെയ്യാൻ റിയ നിർബന്ധിതയായി. സിംഹാസനത്തിൽ അവകാശവാദം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ആർക്കും അവൾ ജന്മം നൽകണമെന്ന് അമൂല്യസ് ആഗ്രഹിച്ചില്ല. അമ്മാവൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി റിയ ഇരട്ട ആൺകുട്ടികളെ പ്രസവിച്ചു. അവളെ ജയിലിലേക്ക് അയച്ചു. കുഞ്ഞുങ്ങളെ ടൈബർ നദിയിലേക്ക് ഒഴുക്കിവിട്ടു. ഉയർന്ന വെള്ളം ഇരട്ടകളുടെ കൊട്ട നദീതീരത്തേക്ക് കൊണ്ടുപോയി. അവർ സുരക്ഷിതമായി ഒരു അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഇറങ്ങി. അവിടെ ഒരു ചെന്നായയും മരപ്പട്ടിയും. അവർ ചൊവ്വയുടെ പവിത്രമായി കരുതപ്പെടുന്ന മൃഗങ്ങൾ. അവർ റോമുലസിനെയും റെമസിനെയും കണ്ടെത്തി. മൃഗങ്ങൾ ആൺകുട്ടികളെ പരിപാലിച്ചു. ഒടുവിൽ ഫൗസ്റ്റുലസ് എന്ന ഇടയൻ ഇരട്ട ആൺകുട്ടികളെ കണ്ടെത്തി. അവനും ഭാര്യയും അവരെ വളർത്തി. റോമുലസും റെമസും വളർന്നപ്പോൾ അവർ അമൂല്യസിനെ കൊന്നു. റിയയുടെ അച്ഛൻ വീണ്ടും രാജാവായി. ചെന്നായയും മരപ്പട്ടിയും രക്ഷിച്ച സ്ഥലത്ത് ഇരട്ടകൾ പിന്നീട് ഒരു നഗരം സ്ഥാപിച്ചു. നഗരം എവിടെ സ്ഥാപിക്കണമെന്നതിനെ ചൊല്ലി റോമുലസും റെമസും വഴക്കിട്ടു. റോമുലസ് താമസിയാതെ റെമസിനെ കൊന്നു. റോമുലസ് പിന്നീട് റോമിലെ പുതിയ നഗരം സ്വയം ഭരിച്ചു. ഒരു ദിവസം റോമുലസ് ഒരു കൊടുങ്കാറ്റിൽ നിഗൂഢമായി അപ്രത്യക്ഷനായി. അവൻ ഒരു ദൈവമായി മാറിയെന്ന് വിശ്വസിച്ച റോമൻകാർ അവരെ ക്വിറസ് എന്ന പേരിൽ ആരാധിച്ചു.